കാസർഗോഡ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരത്തിലേക്ക്. പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോലും മെഡിക്കൽ കോളേജിൽ സൗകര്യമില്ല എന്നും കടുത്ത അനാസ്ഥയെന്നും ആരോപണം. 3 വർഷമായി ഹോസ്റ്റൽ സൗകര്യം പോലും ഒരുക്കിയിട്ടില്ല. നമുക്ക് നഴ്സിംഗിലെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് തന്നെ. ഇവിടെ തൊട്ടടുത്തൊരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തതുകൊണ്ട് 1 മണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്ത് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പ്രാക്ടിക്കൽസ് എടുക്കുന്നത്. ഉയർന്ന മാർക്ക് വാങ്ങിയിട്ട് നമ്മൾ ഈ ഗവൺമെന്റ് കോളേജിൽ പഠിച്ചിട്ട് ഇതുവരെ ഹോസ്റ്റൽ സൗകര്യം എന്നതായിട്ടില്ല. ഇവിടെ നമ്മൾ അഡ്മിഷൻ വരുന്ന സമയത്ത് ഈ ഒരു പിറകിലെ ഹോസ്റ്റലിൽ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു ഹോസ്റ്റൽ താൽക്കാലികമായി നിങ്ങൾക്ക് അനുവദിച്ചു തരും എന്നുള്ളൊരു വാക്ക് നമുക്ക് നൽകിയിരുന്നു. എല്ലാവർക്കും വേണ്ട കുറച്ച് കുട്ടികൾക്കെങ്കിലും അതുപോലും തരാൻ അവർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. അരുൺ പൂപ്പറമ്പയുടെ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ. അരുൺ, നിരവധി പരാതികളാണ്, അടിമുടി വീഴ്ചയാണ്. ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നമ്മൾ കുറേ കാലങ്ങളായി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരത്തിലേക്ക് കടക്കുകയാണ്. ഇതുകൊണ്ടെങ്കിലും പരിഹാരം ഉണ്ടാകുമോ? ഷിഹാസ്, 3 വർഷം മുമ്പാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ഈ നഴ്സിംഗ് ക്ലാസ് ആരംഭിച്ചത്. ആ ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികളോട്, ആദ്യ ബാച്ചിലെത്തിയ വിദ്യാർത്ഥികളോട് പറഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യം ഒരുക്കി നൽകും എന്നതായിരുന്നു ഒന്നാമത്തെ വാഗ്ദാനം. രണ്ടാമതായി പറഞ്ഞത് ഇവർക്ക് നഴ്സിംഗ് പഠനത്തിന് പ്രാക്ടിക്കൽ ക്ലാസുകൾ ആവശ്യമാണ്. ഈ പ്രാക്ടിക്കൽ പഠനത്തിനായി ആശുപത്രി ബ്ലോക്കിൻ്റെ നിർമ്മാണം ഉടൻ തന്നെ പൂർത്തീകരിക്കും എന്നതായിരുന്നു 3 വർഷം മുമ്പ് ഇവർക്ക് ഉറപ്പ് നൽകിയത്. എന്നാൽ ഈ 3 വർഷത്തിനിപ്പുറം പരിശോധിക്കുമ്പോൾ ആശുപത്രി ബ്ലോക്കിൻ്റെ നിർമ്മാണം നേരത്തെ തന്നെ അത് നിർത്തിവെച്ചതാണ്. അതിപ്പോൾ ഇങ്ങനെ പാതി വഴിയിൽ നിൽക്കുകയാണ്. ആശുപത്രി ബ്ലോക്ക് അവിടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ പഠനം കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല. മറ്റൊന്ന്, 3 വർഷം കഴിഞ്ഞിട്ടും ഹോസ്റ്റൽ സൗകര്യവും ഒരുക്കി നൽകിയിട്ടില്ല. ഇവർ വലിയ തുക മുടക്കി പുറത്ത് സ്വകാര്യ മുറികൾ എടുത്ത് താമസിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് വലിയ സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ പ്രാക്ടിക്കൽ പഠനത്തിനായി നിലവിൽ ഒരു സെമസ്റ്ററിൽ 2 തവണ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ആ പഠനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അവിടെ താമസം ഉൾപ്പെടെ വലിയ തുക അവിടെയും ചെലവാകുന്നു. ഇവിടെ ആശുപത്രി ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകേണ്ടി വരില്ലായിരുന്നു. എന്നിട്ട് പോലും ആ ചെലവിന് പോലും, അതായത് അവിടെ പോയി താമസിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവ് പോലും സർക്കാർ അനുവദിച്ചില്ല എന്ന ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഈ വിദ്യാർത്ഥികൾ. അതായത് സർക്കാർ പറഞ്ഞ് വഞ്ചിച്ചു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നിലവിൽ എന്തായാലും ഒരു സൂചനാ സമരം വിദ്യാർത്ഥികൾ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജൂൺ 1 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് അവർ ഇവരെ പരിഗണിക്കണം എന്നതാണ് ഈ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇനിയിപ്പോൾ പുതിയ ബാച്ചുകളൊക്കെ വരാനുള്ളതാണ്. സ്വാഭാവികമായും വലിയ പ്രതിസന്ധിയാണ് വിദ്യാർത്ഥികൾ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. സർക്കാർ ഇത് പരിഗണിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും എന്നതാണ് വിദ്യാർത്ഥികൾ മുന്നറിയിപ്പ് നൽകുന്നത്.